हरे कृष्णा। जय राधा माधव जय कुंज बिहारी, जय राधा माधव जय कुंज बिहारी, जय गोपी जन वल्लभा जय गिरिवरधारी, जय गोपी जन वल्लभा जय गिरिवरधारी, यशोदनंदन व्रज जनरंजन, यशोदनंदन व्रज जनरंजन, यमुना तीरावनचारी जय कुंज विहारी, जय राधा माधव जय कुंज विहारी, जय राधा माधव जय कुंज विहारी। हरे कृष्णा कृष्ण कृष्णा हरे हरे, हरे राम 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 हरे हरे, हरे कृष्णा कृष्ण कृष्णा हरे हरे, हरे राम 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 हरे हरे। ओम नमो भगवते वासुदेवाय, ओम नमो भगवते वासुदेवाय, ओम नमो भगवते वासुदेवाय। नारायणं नमस्कृत्य नरं चैव नरोत्तमं देवीं सरस्वतीं व्यासं ततो जयमुदीरयेत्। नष्टप्रायेषु भद्रेषु नित्यं भागवत सेवया भगवतेरुत्तमश्लोके भक्तिर्भवति नैष्ठिकी। मूकं करोति वाचालं पङ्गुं लङ्घयते गिरिं, यत्कृपातमहं वन्दे श्रीगुरुं दीनतारिणं, श्रीपरमानन्दमाधवं श्रीचैतन्यमीश्वरम्। हे कृष्णा करुणा सिन्धु दीनबन्धो जगत्पते, गोपेश गोपिका कान्त राधाकान्त नमोऽस्तुते। तप्त काञ्चन गौराङ्गी राधे वृन्दावनेश्वरी, वृषभानुसुते देवी प्रणमामि हरिप्रिये। जय श्री कृष्ण चैतन्य प्रभो नित्यानंद, श्री अद्वैत गदाधारा श्रीवासादि गौर भक्त वृंद। हरे कृष्णा कृष्ण कृष्णा हरे हरे, हरे राम 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 हरे हरे, हरे कृष्णा कृष्ण कृष्णा हरे हरे, हरे राम 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 हरे हरे, हरे कृष्णा कृष्ण कृष्णा हरे हरे, हरे राम 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 हरे हरे. ഹരേ കൃഷ്ണ. എല്ലാ ഭക്തന്മാർക്കും എൻ്റെ വിനീതമായ പ്രണാമം. ഇന്ന് നമ്മള് ലാസ്റ്റ് ശനിയാഴ്ച നമ്മള് ചാപ്റ്റർ 6 എടുത്തിരുന്നേ. അതിന്റെ പകുതി വരെ നമ്മൾ അന്ന് പറയാൻ പറ്റുള്ളൂ, ബാക്കി നമുക്ക് പറയാം. ഓക്കെ. അപ്പൊ നമ്മള് കംസന്റെ ബലത്തെ വർണ്ണിക്കുമായിരുന്നല്ലേ. കംസൻ ഓരോ സ്ഥലത്ത് പോകും, അവിടെ പോയിട്ട് എന്ത് ചെയ്യും, അവിടെ പോയി ഓരോ അസുരന്മാരുമായിട്ട് വഴക്കുണ്ടാക്കി അവസാനം കംസൻ അവരെ എല്ലാം കംസന്റെ അടിമയാക്കി മാറ്റും. അതായിരുന്നു നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത്. അങ്ങനെ ഏതൊക്കെ അസുരന്മാരെ അടിമയാക്കി? നമ്മൾ പിന്നെ പറഞ്ഞു, കംസൻ എന്ന് പറയുമ്പോൾ ആരാണ്? കംസന്റെ കഴിഞ്ഞ ജന്മത്തിൽ കംസൻ കാലനേമിയായിരുന്നു. അങ്ങനെ മഹാവിഷ്ണുവായിട്ട് യുദ്ധം നടന്ന് അവസാനം കാലനേമിയെ വധിക്കുകയും, പക്ഷേ ശുക്രാചാര്യർ എന്ന് പറയുമ്പോഴത്തേക്കും അസുരന്മാരുടെ ഗുരുവാണ് ശുക്രാചാര്യർ പിന്നെ സഞ്ജീവനി മന്ത്രം വെച്ചിട്ട് ഈ കാലനേമിയെ പിന്നെയും പുനർജനിപ്പിക്കുകയും ചെയ്തു. അത് കഴിഞ്ഞിട്ട് കാലനേമി എന്ത് ചെയ്തു? ബ്രഹ്മാവിനെ തപസ് ചെയ്ത് അവസാനം ഒരു വരം വാങ്ങിക്കുകയാണ്. മഹാവിഷ്ണുവിന് മാത്രമേ എന്നെ കൊല്ലാൻ പറ്റൂ എന്നുള്ള വരം വാങ്ങിക്കുകയാണ്. അങ്ങനാണ് കാലനേമി കംസനായിട്ട് ദ്വാപരയുഗത്തില് ജനിക്കുന്നത്. ഓക്കെ. ആദ്യം കുവലയ പീഠത്തിനെയാണ് കംസൻ യുദ്ധം നടത്തി
ദാസനാക്കി മാറ്റിയത്. അത് കഴിഞ്ഞിട്ട് ചാണൂരൻ, മുഷ്ടികൻ, ശലൻ, തോഷലൻ, അവരെ ഈ 5 പേരെയാക്കി. അത് കഴിഞ്ഞിട്ട് ഇതാരാ, ദ്വിവിധനെ എന്താണ്, ദ്വിവിധൻ എന്ന് പറയുന്നത് ആരാ, ഒരു കുരങ്ങനാണ്. പക്ഷെ രാമായണത്തിലും ദ്വിവിധനെ നമുക്ക് കാണാൻ പറ്റും. ദ്വിവിധനെ അവസാനം വഴക്കുണ്ടാക്കി യുദ്ധമൊക്കെ ചെയ്ത് ദാസനാക്കി മാറ്റി. ഈ കുവലയപീഠം ശരിക്കും ആരുടെ ആയിരുന്നു? ജരാസന്ധന്റെ ഒരു ആനയാണ്. പക്ഷെ ഈ കുവലയപീഠത്തിനെ ആർക്കും തന്നെ തോൽപ്പിക്കാൻ പറ്റത്തില്ല. അപ്പൊ കംസൻ ആ കുവലയപീഠത്തിനെ അതിനെ ജയിച്ചപ്പോഴത്തേക്കും ജരാസന്ധൻ എന്താ ചെയ്തത്? ജരാസന്ധൻ സ്വന്തം പുത്രിമാരായിട്ടുള്ള അസ്ഥിയേയും പ്രാപ്തിയേയും ആർക്ക് കൊടുത്തു? കംസന് കല്യാണം കഴിപ്പിച്ചു കൊടുക്കുന്നുണ്ട്. പിന്നെ ഇതാരാ? കേശി എന്ന് പറയുന്ന അസുരനെ പിന്നെ കംസൻ കീഴടക്കുന്നുണ്ട്. പിന്നെ അത് കഴിഞ്ഞിട്ട് ആരൊക്കെയാ? ഇതാരാണ്? അഗാസുരൻ. അഗാസുരനെ കീഴടക്കുന്നുണ്ട്. പിന്നെ ഇതാരാണ്? പേരൊക്കെ ഓർമ്മയുണ്ടോ? ഹരേ കൃഷ്ണ. അങ്ങനെ കുറേ അസുരന്മാരെ ഓരോ ഫോമിലുള്ള, മനുഷ്യന്റെ രൂപത്തിലല്ല, മൃഗങ്ങളുടെ രൂപത്തില്, എല്ലാ രീതിയിലുള്ള അസുരന്മാരെ എന്ത് ചെയ്യാണ്? കംസൻ വഴക്കുണ്ടാക്കി എന്ത് ചെയ്യാണ്? സ്വന്തം ദാസനാക്കി മാറ്റുകയാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങനെ വരുമ്പോഴത്തേക്കും കംസൻ എന്ത് ചെയ്യാണ്? കംസന് ഭയങ്കര പവർ കിട്ടുകയാണ്. അങ്ങനെ അവസാനം കംസൻ എല്ലാം തന്നെ കീഴടക്കാൻ പറ്റുമല്ലോ. അങ്ങനെ നമ്മൾ അവസാനം പറഞ്ഞു നിർത്തിയത് പ്രലംബാസുരനെ കീഴടക്കുന്നത് വരെയാണ്. അത് കഴിഞ്ഞിട്ട് നമ്മൾ പ്രലംബാസുരനെ കീഴടക്കി. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഇടയ്ക്ക് പറഞ്ഞു എന്താണ്? പരശുരാമന്റെ അടുത്ത് കംസൻ പോകുന്നുണ്ട്. എന്നിട്ട് എന്തോ ചെയ്തേ അവിടെ? ആ പരശുരാമൻ ഇരിക്കുന്ന ആ ഒരു പർവ്വതത്തിനെ എടുക്കുകയും പൊക്കുകയും എന്ന് വെച്ച് കഴിഞ്ഞാൽ കംസന് വേറെ ആരുടെ അടുത്തും വഴക്കുണ്ടാക്കാനില്ല. അതുകൊണ്ട് കംസൻ എന്തെങ്കിലും, ആ കംസന്റെ ആ ഒരു ശക്തി ഏതിലെങ്കിലും ഉപയോഗിച്ചാലേ പറ്റൂ. അങ്ങനെ കംസൻ എന്ത് ചെയ്യാണ്? ഒരു പർവ്വതം എടുത്ത് പൊക്കി താത്ത് അങ്ങനെ വെച്ചോണ്ടിരിക്കുക. അപ്പോഴത്തേക്കും പരശുരാമന് ഭയങ്കര ദേഷ്യം വന്നിട്ട് പരശുരാമൻ പറയുന്നുണ്ട്, നിന്റെ ഈ അഹങ്കാരം ഇല്ലാതാകും എന്ന് പറയുന്നുണ്ട്. അങ്ങനെ പരശുരാമന്റെ കയ്യിലുള്ള ഒരു അമ്പെടുത്തിട്ട് ആ അമ്പ് കുലയ്ക്കാൻ പറയാണ്. ആ സമയത്ത് അത് സുഖമായിട്ട് കംസൻ അത് ചെയ്യുന്നുണ്ട്. അങ്ങനെ വന്നപ്പോഴത്തേക്കും അതെല്ലാം കഴിഞ്ഞിട്ട് കംസൻ എന്ത് ചെയ്യാണ്? ഭയങ്കര താഴ്മയോടെ പരശുരാമന്റെ അടുത്ത് പരശുരാമനെ പ്രദക്ഷിണമൊക്കെ വെച്ച് പരശുരാമന്റെ അടുത്ത് കംസനെ കാക്കണമേ എന്നൊക്കെ പറഞ്ഞ് കംസൻ പരശുരാമന്റെ അടുത്ത് പറയുന്നുണ്ട്. ആ സമയത്താണ് പരശുരാമൻ എന്ത് ചെയ്യുന്നത്? സ്വയം മഹാവിഷ്ണുവിന്റെ കയ്യിലുള്ള ആ ഒരു അമ്പ് കംസന്റെ കയ്യിൽ കൊടുക്കുകയാണ്. എന്നിട്ട് കംസന് വരം കൊടുക്കുകയാണ്, ആരാണോ ഈ അമ്പ് ഒടിക്കുന്നത് ആ ആൾക്ക് മാത്രമേ കംസനെ കൊല്ലാൻ പറ്റത്തുള്ളൂ, വേറെ ആർക്കും തന്നെ കംസനെ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല എന്ന് പറയാണ്. ഓക്കെ, അത് നമ്മൾ പറഞ്ഞായിരുന്നോ? ഇല്ല മാതാജി, പറഞ്ഞിട്ടില്ല ഹരേഷ്ണ. അത് പ്രലംബാസുരനെ വധിച്ചു കഴിഞ്ഞിട്ട് അത് അങ്ങോട്ടാ വരുന്നത്. ഓക്കെ, അപ്പൊ പരശുരാമന്റെ കയ്യിൽ നിന്നും ആ ഒരു വരം കംസന് കിട്ടുരയിൽ എത്തിക്കഴിഞ്ഞിട്ട് കൃഷ്ണൻ ഒരു അമ്പ് അവിടെ ചെന്ന് ഒടിക്കുന്നുണ്ട്. ആ അമ്പ് എന്ന് പറയുന്നത് പരശുരാമൻ കംസന് കൊടുത്തതാണ്. അത് ഒടിച്ചു കഴിയുമ്പോഴത്തേക്കുമാണ് കംസന് ഭയങ്കരമായിട്ടുള്ള ഭയം ഉള്ളിൽ വരുന്നത്. എന്ന് വെച്ചാൽ താൻ മരിക്കാൻ പോകുന്നു എന്നുള്ള ഭയം വരുന്നത്. എന്ന് വെച്ചാൽ ആ അമ്പ് ആരാണോ ഒടിക്കുന്നത് ആ ആൾക്ക് കംസനെ കൊല്ലാൻ പറ്റത്തുള്ളൂ. ഓക്കെ, അത് കഴിഞ്ഞിട്ടാണ് അടുത്തതായിട്ട് കംസൻ എങ്ങോട്ട് പോകുന്നു? കംസൻ അത് കഴിഞ്ഞിട്ട് നേരെ ഒരു സമുദ്രത്തിന്റെ തീരത്തേക്കാണ് പോകുന്നത്. അവിടെ വെച്ചിട്ടാണ് അഗാസുരനെ കാണുന്നത്. ഓക്കെ, അവിടെ വെച്ചിട്ടാണ് അഗാസുരൻ എന്ന് പറയുമ്പോഴത്തേക്കും ഒരു പാമ്പിന്റെ രൂപത്തിലുള്ള ഒരു അസുരനാണ്. ഈ അഗാസുരനുമായിട്ട് കംസൻ
ഭയങ്കരമായ യുദ്ധം നടക്കുകയാണ്. കംസൻ എന്ത് ചെയ്യാണ്, ഈ അകാസുരന്റെ പുറത്ത് കയറി ഇരുന്നിട്ട് അതിന്റെ കഴുത്ത് ഞെക്കി അതിനെ എന്ത് ചെയ്യുക, അതിനെ കൊല്ലുവാണ്. അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മുടെ കാളയുടെ രൂപത്തിലുള്ള അരിഷ്ടാസുരനെ കംസൻ കൊല്ലുന്നുണ്ട്. അപ്പോ കംസൻ ഇങ്ങനെ എന്ത് ചെയ്യാണ്, ട്രാവൽ ചെയ്ത് ഓരോരുത്തടത്ത് ഇങ്ങനെ സഞ്ചരിച്ച് അവിടെയുള്ള വലിയ ഭയങ്കരമായിട്ടുള്ള അസുരന്മാരെ എല്ലാം കൊന്ന് ഇങ്ങനെ പോവാം. അതിന്റെ കൂടെ പരശുരാമന്റെ വരം കിട്ടി. കൃഷ്ണ കൊന്നാണോ അതെ അതിൽ ജയിച്ചു പോവാണോ? ജയിച്ചു പോവാ, കൊന്നല്ല. കൊന്നു കഴിഞ്ഞാൽ പിന്നെ എന്തുവാണെങ്കിലും സോറി ബ്രോ. കൃഷ്ണ, അതുപോലെ അമ്പെന്നുള്ളത് വില്ലെന്ന് തിരുത്തണേ. പരശുരാമന്റെ കയ്യിൽ നിന്ന് അമ്പല്ല വാങ്ങിച്ച വില്ലാണ്. ഹരേ കൃഷ്ണ പ്രഭു, താങ്ക് യു. എനിക്കത് എപ്പോഴും മാറിപ്പോ. ഓക്കെ. അത് കഴിഞ്ഞിട്ട് അരിഷ്ടാസുരനെയും ഡിഫീറ്റ് ചെയ്യുന്നുണ്ട്. ഡിഫീറ്റ് ചെയ്യുന്നതിന് എന്തോ മലയാളത്തിൽ പറയുന്നേ? ജയിച്ചു വരുന്നു എന്ന് പറഞ്ഞാ പോരെ പ്രഭു? തോൽപ്പിച്ചു എന്ന് പറഞ്ഞാൽ മതി. പരാജയപ്പെടുത്തി. ഓക്കെ, പരാജയപ്പെടുത്തി. അരിഷ്ടാസുരനെ പരാജയപ്പെടുത്തി എന്ന് വെച്ചാൽ ഇവർക്കെല്ലാം ഒരു പൂർവ്വജന്മമുണ്ട്. അതിനകത്തെല്ലാം ഭഗവാനാണ് ഇവരെ അവസാനമായിട്ട് മോക്ഷം കൊടുക്കേണ്ടത്. അപ്പൊ ആ ഭഗവാൻ മോക്ഷം കൊടുക്കണമെങ്കിൽ ഇവരെ എല്ലായിടത്തും ഒരു കൊടക്കീഴില് കൊണ്ടുവരുവാണ്. അത് ചെയ്യുന്നത് നമ്മുടെ ഈ കംസനാണ്. പക്ഷെ കംസന് തോന്നിയിട്ടൊന്നുമല്ല ചെയ്യുന്നത്. കംസൻ നാരദ മഹർഷിയുടെ നാരദ മഹർഷി പറയുന്ന അനുസരിച്ചാണ് കംസൻ ചെയ്യുന്നത്. നമുക്കിനി അങ്ങോട്ട് പോകുമ്പോൾ അറിയാൻ പറ്റും അത്. ഓക്കെ. അരിഷ്ടാസുരനെ പരാജയപ്പെടുത്തുന്നുണ്ട്. അത് കഴിഞ്ഞിട്ടാണ് നമ്മുടെ പ്രളംബാസുരൻ വരുന്നത്. പ്രളംബാസുരനെ എന്ന് വെച്ചാൽ കംസൻ ഇങ്ങനെ ഓരോ സ്ഥലത്ത് നടന്ന് അവിടെ പോയി ഓരോ അസുരന്മാരെ പരാജയപ്പെടുത്തുകയാണ്. അങ്ങനെ ഈ അരിഷ്ടാസുരനെ പരാജയപ്പെടുത്തി കഴിഞ്ഞിട്ട് അടുത്തതായിട്ട് പ്രാഗ്ജ്യോതിഷപുരം എന്ന് പറയുന്ന സ്ഥലത്തേക്കാണ് കംസൻ പോകുന്നത്. ഈ പ്രാഗ്ജ്യോതിഷപുരത്താണ് നമ്മുടെ നരകാസുരൻ ഉള്ളത്. ആരാ നരകാസുരൻ? ഭൂമി ദേവിയുടെയും ഭഗവാന്റെ വരാഹ അവതാരവും ഭൂമി ദേവിയും അവരുടെ മകനാണ് നരകാസുരൻ. ഈ ഒന്നും കേൾക്കുന്നില്ലല്ലോ മോളെ. മൈക്ക് കട്ടായി പോയി. അങ്ങനെ കംസൻ അടുത്തതായിട്ട് നരകാസുരനെ കീഴടക്കാനായിട്ട് പോവുകയാണ്. ആ സമയത്താണ് കംസൻ പറയും, ഹേ നരകാസുര, ഞാനിപ്പം അങ്ങയുമായിട്ട് യുദ്ധം നടത്തുമ്പോഴത്തേക്ക് മാറ്റും എന്ന് പറയാണ്. അങ്ങനെ നരകാസുരൻ ആദ്യം പ്രളംബാസുരനെയാണ് കംസനുമായിട്ട് യുദ്ധം ചെയ്യാനായിട്ട് വിടുന്നത്. ഇതാണ് പ്രളംബാസുരൻ. പ്രളംബാസുരനെ അവസാനം വധിക്കുന്നത് ബലരാമനാണ്. ഓക്കെ. അങ്ങനെ പ്രളംബാസുരനുമായിട്ട് ഭയങ്കര വലിയ യുദ്ധം നടക്കുവാണ്. അങ്ങനെ അവസാനം കംസൻ തന്നെയാണ് അതിലും ജയിക്കുന്നത്. അത് കഴിഞ്ഞിട്ട് അടുത്ത ആളെ വിടുന്നുണ്ട്, ധേനുകാസുരനെ വിടുന്നുണ്ട്. ധേനുകാസുരൻ എന്ന് പറയുമ്പോഴത്തേക്കും കഴുതയുടെ രൂപത്തിലുള്ള അസുരനാണ് ധേനുകാസുരൻ. ധേനുകാസുരനെയും കംസൻ അവിടെ യുദ്ധം ചെയ്ത് ജയിച്ച് വരുന്നുണ്ട്. അപ്പൊ ഇതെല്ലാം കണ്ടപ്പോഴത്തേക്കും നരകാസുരൻ അടുത്ത അസുരനെ വിടുകയാണ്. അടുത്ത അസുരൻ തൃണാവർത്തനെയും നരകാസുരൻ കംസനുമായിട്ട് യുദ്ധം ചെയ്യാനായിട്ട് വിടുകയാണ്. അങ്ങനെ കംസൻ എന്ത് ചെയ്തു? കംസൻ ഭയങ്കരമായിട്ടുള്ള സ്ട്രെങ്ത് ഉപയോഗിച്ച് തൃണാവർത്തനെയും അവസാനം പരാജയപ്പെടുത്തുകയാണ്. ഇതെല്ലാം കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്കും നരകാസുരൻ അടുത്ത അസുരനെ വിടുകയാണ്, ബകാസുരൻ. ബകാസുരനെയും ഇതുപോലെ കംസൻ ഭയങ്കരമായിട്ട് യുദ്ധം നടത്തി അവസാനം ബകാസുരനെയും ജയിക്കുകയാണ്. അത് കഴിഞ്ഞിട്ട് ബകാസുരന്റെ സഹോദരിയായിട്ടുള്ള
പൂതനയും അവിടെ വരികയാണ്. ഓക്കെ, ബകാസുരന്റെ സഹോദരിയാണ് ഈ ജന്മത്തിൽ ബകാസുരന്റെ സഹോദരിയാണ് പൂതന. പൂതന എന്നിട്ട് പറയാണ് പൂതനയ്ക്കും കംസനുമായിട്ട് യുദ്ധം നടത്തണം എന്ന് പറയാണ്. അപ്പൊ കംസൻ പറയാണ് ഞാൻ ഒരിക്കലും ഒരു സ്ത്രീയുടെ കൂടെ യുദ്ധം നടത്തത്തില്ല. ഇപ്പം ബകാസുരൻ ഓൾറെഡി കംസന്റെ അടിമയാണല്ലോ. അപ്പൊ കംസൻ പറയാണ് ബകാസുരൻ ഇപ്പൊ എന്റെ സഹോദരനാണ്, അതുകൊണ്ട് അങ്ങും എന്റെ സഹോദരിയാണ്, അതുകൊണ്ട് ഞാൻ ഒരിക്കലും പൂതനയുമായിട്ട് യുദ്ധം നടത്തത്തില്ല എന്ന് പറയാണ്. അതെല്ലാം കഴിഞ്ഞിട്ട് നരകാസുരൻ എന്ത് ചെയ്യുന്നു? നരകാസുരന് ഭയങ്കര സന്തോഷമായി, അവര് തമ്മിൽ ഫ്രണ്ട്സ് ആവുകയാണ്. ഓക്കെ, നരകാസുരൻ ഒരു യുദ്ധത്തിനൊന്നും പോയില്ല, പക്ഷെ നരകാസുരനും കംസനും തമ്മിൽ അവര് നല്ല ഫ്രണ്ട്സ് ആയി. അങ്ങനാണ് അത് കഴിഞ്ഞിട്ട് കംസൻ അപ്പോഴത്തേക്കും, അതായത് ഇപ്പൊ നമ്മൾ എത്ര അസുരന്മാരെ പറഞ്ഞു? കുറേ അസുരന്മാരെ പറഞ്ഞല്ലേ, ഒരു 10-20 അസുരന്മാരെ പറ്റി നമ്മളിപ്പോ പറഞ്ഞില്ലേ. ഇത്രയും അസുരന്മാരെ ജയിച്ച് പരശുരാമന്റെ ആ ഒരു അനുഗ്രഹവും കിട്ടിക്കഴിഞ്ഞപ്പോഴത്തേക്കും കംസൻ എന്ത് ചെയ്യണം? അങ്ങേയറ്റം അഹങ്കാരവും ആ ബലത്തിലുള്ള അങ്ങേയറ്റ അഹങ്കാരം കംസന്റെ മനസ്സിലുണ്ടാവുകയാണ്. അപ്പൊ കംസന് അപ്പൊ ഒരു തോന്നുവാണ്, ഈ ഭൂമിയിൽ ആർക്കും തന്നെ എന്നെ തോൽപ്പിക്കാൻ പറ്റത്തില്ല, അതിനിയും ദൈവം തന്നെ വരണം എന്നുള്ള ഒരു അഹങ്കാരം കാരണം കംസൻ അടുത്തതായിട്ട് ഈ ദേവന്മാരെയാണ് വഴക്കുണ്ടാക്കാൻ പോകുന്നത്. ഓക്കെ, ദേവന്മാരുമായിട്ട് ഭയങ്കര യുദ്ധം നടത്താനായിട്ട് പോവുകയാണ്. അപ്പൊ ഒറ്റയ്ക്കാണോ പോകുന്നത്? അല്ല, ഇപ്പം ഈ തോൽപ്പിച്ചിട്ടുള്ള എല്ലാ അസുരന്മാരെയും കൂട്ടിയിട്ടാണ് നേരെ ദേവലോകത്ത് എന്താണ് ഇന്ദ്രന്റെ രാജ്യത്തിലേക്ക് നേരെ പോകുന്നത്. അത് നമ്മുടെ അടുത്ത അധ്യായത്തിലാ പറയുന്നത്. അപ്പൊ ഭഗവാൻ എപ്പോഴും എന്തുവാ ചെയ്യുന്നേ? ഭഗവാൻ എപ്പോഴും ഈ അസുരന്മാരെ കൊണ്ട് മാക്സിമം തെറ്റുകൾ ചെയ്യിപ്പിച്ച് അതിന്റെ പീക്കിൽ എത്തുമ്പോഴത്തേക്കും ഭഗവാൻ അവരെ എന്താണ് വന്ന് മോക്ഷം കൊടുക്കും. അതാണ് ഭഗവാൻ ചെയ്യുന്നത്. അപ്പൊ ഇതിനകത്ത് എന്തുവാണേലും കാലനേമി ആയിരുന്ന സമയത്ത് ആ വരം ചോദിച്ചല്ലോ, മഹാവിഷ്ണുവിൽ നിന്നേ എനിക്ക് മരണം ഉണ്ടാകാവൂ, അപ്പൊ അത് ഫലിക്കുകയും വേണം. അതിന്റെ കൂടെ ബാക്കിയുള്ള എല്ലാ അസുരന്മാരും ഇവരെല്ലാരും തന്നെ കഴിഞ്ഞ ജന്മത്തില് എന്തോ ഒരു തെറ്റ് ചെയ്ത്, പക്ഷെ ആ ഒരു ഇപ്പം നമുക്കറിയാലോ, ഈ വലിയ വലിയ മഹർഷിമാര് നമ്മളെ ശപിക്കത്തില്ലേ? അങ്ങനെ ശപിക്കുമ്പോഴത്തേക്കും അതെപ്പോഴും ഒരു അനുഗ്രഹമായിട്ടാണ് വരുന്നത്. അപ്പൊ ഈ അസുരന്മാരുടെ എല്ലാം നമുക്ക് കഥ കേൾക്കുമ്പോൾ മനസ്സിലാവും, എല്ലാ അസുരന്മാരും എന്തെങ്കിലും ഒരു തെറ്റ് ചെയ്തു ഈ വലിയ വലിയ മഹർഷിമാരുടെ നിന്ന് ശാപം കിട്ടുക ചെയ്യുന്നത്. പക്ഷേ അത് അവസാനം വന്നപ്പോഴത്തേക്കും ഭഗവാന്റെ കയ്യിൽ നിന്നുള്ള ഒരു മരണവും മോക്ഷവും ഒക്കെ ആയിട്ട് ഒരു അനുഗ്രഹമായിട്ടാണ് മാറുന്നത്. അപ്പൊ അതാണ് ഇനിയും അടുത്ത ചാപ്റ്ററിലൊക്കെ നമ്മൾ പറയുന്നത്. ഹരേ കൃഷ്ണ. അപ്പൊ ഇത്രയുമാണ് ഈ ഒരു ചാപ്റ്റർ. ഹരേ കൃഷ്ണ പ്രഭു.